ഇതിൽ വരുന്നത് 2021 G4 ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ്. ഇത് നമുക്ക് 6,25,000 രൂപ കൊടുക്കാം. 6,25,000. ഇത് നമുക്ക് ഫൈനലായിട്ട് 5,20,000 രൂപ കൊടുക്കാം. 5,20,000 19 വണ്ടി കൊടുക്കാം. 19 വണ്ടി. ഇതിപ്പോ നമുക്ക് ഡീസൽ ആയതുകൊണ്ട് എന്ത് വില വരും? ഇത് നമുക്ക് 10,38,000 രൂപ കൊടുക്കാം. 10,38 ഡീസൽ വണ്ടിയോ? ഡീസൽ വണ്ടി അടിപൊളി. ഇത് നമുക്ക് ഫൈനലായിട്ട് 9,35,000 രൂപ കൊടുക്കാം. 9,35 22 ZXA പ്ലസ് വണ്ടി 19,000 കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വണ്ടി. 24 മോഡൽ 25 രജിസ്ട്രേഷൻ. 24-25 വണ്ടി. എന്താ വില? ഇത് നമുക്ക് 5,40,000 രൂപ കൊടുക്കും. ഒരു പുതിയ ഷോറൂമിൽ പോയിട്ട് ഒരു പുതിയ വണ്ടി എടുക്കുന്നത് പോലെ നിങ്ങൾക്ക് കിടിലം വണ്ടികൾ യൂസ്ഡ് കാർ സെഗ്മെന്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വില കുറച്ചിട്ട് ഇന്ന് നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ A1 യൂസ്ഡ് കാർസിൽ കേട്ടോ. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്ന വണ്ടികളുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ സെപ്പറേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 20-ന് മേലെയുള്ള വണ്ടികളാണ് ഭൂരിഭാഗം വണ്ടികൾ. ഇവിടെ കിടക്കുന്ന ഒരു എന്താ പറയുക ഒരു 1-2 20-ന് താഴെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം 20-ന് മുകളിലുള്ള വണ്ടികളാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. ഒരു വണ്ടിയിലും മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന അതേ ഫീലോട് കൂടിയിട്ട് നിങ്ങൾക്ക് യൂസ് ഉപയോഗിക്കണമെങ്കിൽ ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. പിന്നെ ജസ്റ്റ് നമ്പറൊക്കെ വെച്ചിട്ട് ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, വരിക വന്ന് ചെക്ക് ചെയ്യുക. ഏത് വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ വണ്ടികളും നമുക്ക് അല്ലെങ്കിൽ ഷോറൂമുകാർക്ക് 100% ഓക്കെ ആണെങ്കിൽ പോലും വിശ്വാസമാണെങ്കിൽ പോലും നിങ്ങൾ വരുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തെടുത്തോളൂ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി വണ്ടികൾ വേണമെങ്കിൽ ഈ ഒരു അവസരം കളയണ്ട. മാക്സിമം വില കുറച്ചിട്ടാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ഫുൾ ഓണോട് കൂടി കിട്ടും. ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ A1 യൂസ്ഡ് കാർസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം പുതിയ ഇവിടെ നിന്ന് ഇത്രയും പുതിയ വണ്ടികൾ കിട്ടണേ. നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതല്ലേ? അതായത് ഇവിടെ കണ്ടില്ല, ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് പറഞ്ഞിട്ടോ എല്ലാം വണ്ടികൾ ഓൾമോസ്റ്റ് 90% വണ്ടി പോയിട്ടുണ്ട്. 90% ഇവിടെ ഒന്നുമില്ലല്ലോ, എല്ലാം മാറിയല്ലോ അല്ലേ? അത് ഈ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അല്ലേ? അടിപൊളി ക്വാളിറ്റി ആണ് എല്ലാം, ഒരാളും കുറ്റം പറയില്ല. 6 മാസം വാറണ്ടി, വാറണ്ടി എല്ലാം കൊടുക്കുന്നത്. പുതിയ വണ്ടിക്ക് എന്തിനാ വാറണ്ടി? ഒരു അഷുറൻസിന് വേണ്ടിട്ട്. അതെ 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 അതെ, അതിനൊന്നും ഒരു ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ധൈര്യം എടുത്തോളൂ. ഈ എപ്പിസോഡിൽ ആദ്യത്തെ വണ്ടി തന്നെ ജാസ് കാണിച്ചാലോ? ജാസ് മോഡൽ 2018 മോഡൽ 19 രജിസ്ട്രേഷൻ VX വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 18,000 കിലോമീറ്റർ പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. ഓക്കെ, അതിന് ഇന്ത്യയിൽ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണേ. നമ്മൾ ഇന്ത്യയിൽ ഒന്നും കാണിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോട്ടോ. കുറെ വണ്ടികളുണ്ട്. അപ്പൊ എന്തായാലും 2018-19 അല്ലേ അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ. എന്താ വില? ഇത് നമുക്ക് ഫൈനലായിട്ട് 5,40,000 രൂപ കൊടുക്കാം. 5,40,000 2018-19 വണ്ടി. അടിപൊളി പ്രൈസ് അല്ലേ? അതായത് ഒട്ടും കൂടുതലൊന്നും പറയില്ല. നെഗോഷ്യബിൾ എന്തായാലും ഉണ്ടാവുമല്ലോ. നിങ്ങൾ വരിക, വന്ന് ചെക്ക് ചെയ്യുക. 6 മാസം വാറണ്ടിയോട് കൂടിയിട്ട്. ഇതൊന്നും ഒരു വാറണ്ടിയും വേണ്ട, ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല അല്ലേ? ചെക്ക് ചെയ്ത് അതെ, അടിപൊളി വണ്ടി കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2024 മോഡൽ ZXi വാഗണാർ, സിംഗിൾ ഓണർഷിപ്പ്, 23,000 കിലോമീറ്റർ. 24 ZXi അല്ലേ? അടിപൊളി. പിന്നെ കിലോമീറ്ററോ? 23,000 കിലോമീറ്റർ. വെറും 23,000. അല്ല, നീറ്റ് വണ്ടി കേട്ടോ. ഈ ZXi അലവിൽ വരില്ല അല്ലേ? ഇല്ല, അലവിലില്ല. ZXi പ്ലസ്സിലുള്ള. ശരി, ഇതിപ്പോ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങൾ ചെറിയ ടച്ചപ്പ് ചെയ്യാണ്ട് ആ ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും വണ്ടിക്ക് ഉണ്ടോ എന്തെങ്കിലും അപാകത? ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ട് റീപ്ലേസ് പറഞ്ഞിട്ട് തരുള്ളൂ. ഓക്കെ, എന്താ 24 വണ്ടിക്ക് എന്താ വില? ഇത് നമുക്ക് ഫൈനലായിട്ട് 5,75,000 കൊടുക്കാം. 5,70,000 കൊടുക്കാം. 22 വണ്ടി അല്ല, 24 വണ്ടി, 24 ZXi എന്താ അല്ലേ? പുതുപുത്തൻ വണ്ടിയാണ്. നിങ്ങൾക്ക് 5,75,000 രൂപയ്ക്ക് തരുന്നത്. നല്ല ക്ലീൻ വണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ഇത് നിയോസ് അല്ലേ? നിയോസ് ഏതാ മോഡല്? ഇത് 2023 ആസ്റ്റ ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പ്, 23,000 കിലോമീറ്റർ വണ്ടി. 23 ആസ്റ്റ ഓപ്ഷനിലോ? ആസ്റ്റ എന്താ അല്ലേ? പുതുപുത്തൻ വണ്ടി അല്ലേ? അത് ഏറ്റവും ടോപ്പ് എൻഡ്. കിലോമീറ്ററോ? 23,000. ജെനുവിൻ കിലോമീറ്റർ. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ അല്ലേ? 100% കാര്യങ്ങളൊക്കെ കറക്റ്റ് ടാമ്പറിങ്ങോ കാര്യങ്ങളൊന്നും ഒരു റീപ്ലേസ് ഇല്ല. എന്താ വില? നമുക്ക് 5,90 കൊടുക്കാം. 5,90. ഈ പുതിയ എന്ത് വില ഉണ്ട്? പുതിയ 8,45 വരെ. അതെ അല്ലേ? 5,90 നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. അതും പുതുപുത്തൻ വണ്ടി, ന്യൂ കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു അപാകത ഇല്ലാത്ത ക്ലീൻ വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് ഏറ്റവും സ്ലീവ് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, 50,000 കിലോമീറ്റർ. ഡീസലോ പെട്രോളോ? ഡീസൽ. ഡീസലോ? 50,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരളയിൽ 50,000 കിലോമീറ്റർ. ഇതൊക്കെ റയർ ആൻഡ് റയറസ്റ്റ് പീസ് അല്ലേ? ഇതിപ്പോ കിലോമീറ്റർ ജെനുവിൻ ആണല്ലോ അല്ലേ? ത്രൂ ഔട്ട് ഹിസ്റ്ററിയിലെ വണ്ടി. 24 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും. 20-22 എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. അപാകതൊന്നുമില്ല. VXD ആണോ VD ആണോ? അപ്പൊ ഇത് കളറൊക്കെ കമ്പനി വരുന്നത് മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ നിൽക്കുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡീസലുള്ളതാണല്ലേ? ഡീസലാണ്. ഇത് നമുക്ക് എന്താ വില? നമുക്ക് ഫൈനൽ 7,40 കൊടുക്കാം. 7,40. ഈ ഒരു സാധനത്തിന്റെ വില മാത്രം കുറയൂല അല്ലേ? അതെന്തായാലും അറിയാല്ല, ആണെന്നവർക്ക് എല്ലാവർക്കും അറിയാലോ. 7,40 18 മോഡൽ 50,000 കിലോമീറ്റർ വണ്ടി. 2018 50,000 കിലോമീറ്റർ ഓടിയ 7,40. നെഗോഷ്യബിൾ ആവുമോ? ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ?
ഇതൊക്കെ വേണം നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല വേറെ ഇതേപോലത്തെ കണ്ടീഷനുള്ള വണ്ടി. ഒന്ന് വിളിച്ചത് നമ്പർ വെച്ചിട്ടുണ്ട്. അടുത്തതും ഒരു പുതുപുത്ത വണ്ടി തന്നെയാണ്, നമ്മുടെ ബലേനോ ആണ് അല്ലേ? ബലേനോ 2025 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ, ആൽഫ ഓട്ടോമാറ്റിക് വണ്ടി. ആൽഫ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 22 മോഡലാണ്. 25 മോഡൽ, സോറി 25 അല്ലേ? ബലംനോ ആണ്. ബലംനോ വല്ല മെച്ചമുണ്ടോ? അപ്പോൾ എല്ലാം കൊണ്ടും നല്ല വണ്ടി തന്നെയാണ്, പക്ഷെ ബലമില്ലാന്നേ ഉള്ളൂ അല്ലേ? പിന്നെ സ്പെസിഫിക്കേഷൻസ് അടിപൊളി അല്ല, ഒരുപാടധികം ഫീച്ചേഴ്സ് വന്നു അല്ലേ? മോശമൊന്നുമില്ല, പുതുപുത്തൻ വണ്ടി തന്നെ. എന്ത് വിലയുണ്ട് നമുക്ക്? ഫൈനലായിട്ട് 9.35 കൊടുക്കാം. പുതിയ എന്ത് വിലയുണ്ടെന്ന് അറിയോ? പുതിയ ഇപ്പം ഇറങ്ങുന്നത് 10.80 വരുന്നുണ്ട്. 10.80 അല്ലേ? 9,35,000 രൂപയ്ക്ക് പുതുപുത്തൻ വണ്ടി. ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷം രൂപ അടുത്ത് കുറഞ്ഞു അല്ലേ? ഒരാൾക്ക് വേണം നോക്കിയാൽ നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടും, ഫുൾ ലോൺ തന്നെ കിട്ടും, പക്ഷേ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ അല്ലേ? അടുത്തത് നമ്മൾ നേരത്തെ ഒരു ZX കാണിച്ചു, ZX പ്ലസ് അല്ലേ? 2022 വണ്ടി. 22 ഏറ്റവും ഫുൾ ഓപ്ഷൻ അലോവിയിൽ ഡ്യുവൽ ടോൺ എല്ലാം കമ്പനി വരുന്ന വണ്ടി. ഇല്ല ബട്ടൺ സ്റ്റാർട്ട് ഇല്ലല്ലോ? ഇല്ല, ബട്ടൺ സ്റ്റാർട്ട്, ബാക്കി എല്ലാ സാധനവും അടിപൊളി. ഇത് 19,000 കിലോമീറ്റർ ആണ്, ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വണ്ടി. വെറും 19,000 രൂപ ഓട്ടോമാറ്റിക് വണ്ടി. നല്ല നീറ്റ് വണ്ടി കേട്ടോ. 22 പറഞ്ഞു. കിലോമീറ്റർ 19,000 അല്ലേ? എന്താ വില? ഇത് നമുക്ക് 6,25,000 രൂപ കൊടുക്കാം. 6,25. അടിപൊളി. 6,25 ഈ വണ്ടി കൊടുക്കാം അല്ലേ? അത് ഓട്ടോമാറ്റിക്. ഈ പുതിയ വണ്ടി തപ്പി പിടിച്ചെടുക്കണ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി വാങ്ങണമെങ്കിൽ ഇത്രയും പുതിയ വണ്ടി, കാരണം എവിടെയും കിട്ടാത്ത ബുക്കിംഗ് പീരീഡ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇത് വണ്ടി ചെക്ക് ചെയ്തെടുക്കാം. അതേപോലെ ഇവിടെ ഇപ്പൊ നിലവിൽ ഇപ്പൊ കമ്പനിയിലൊക്കെ ബുക്കിംഗ് പീരീഡ് ഉള്ള ഏറ്റവും മാർക്കറ്റുള്ള വണ്ടികളാണ് അല്ലേ? ഓക്കെ, എന്തായാലും മോശമൊന്നുമില്ല, നല്ല അടിപൊളി വണ്ടികളാണ്. അടുത്ത സ്വിഫ്റ്റ് 2022 മോഡൽ ZX ഓട്ടോമാറ്റിക് വണ്ടി. ZX ഓട്ടോമാറ്റിക്, ZX പ്ലസ് അല്ല, ZX ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി. 22,000 കിലോമീറ്റർ കമ്പനി അണ്ടർ വാറണ്ടി വരുന്ന വണ്ടി. അതായത് 2026 8 മാസം വരെ കമ്പനി വാറണ്ടി വരുന്ന വണ്ടി. അതിനകത്ത് കീല സെൻട്രി ബട്ടൺ സെറ്റ് എല്ലാം വരും. എല്ലാ ഫംഗ്ഷനും കൺട്രോൾ ഒഴിച്ച് ബാക്കി എല്ലാം അടിപൊളി. പിന്നെ അപാധയൊന്നും ഇല്ലല്ലോ? ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, അതാണ് ഞാൻ ചോദിക്കാത്തത്. നമുക്ക് വില ഇത് നമുക്ക് ഫൈനലായിട്ട് 7,20,000 രൂപ കൊടുക്കാം. 7,20. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എറ്റിയോസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇനി വില കൂടാൻ പോണ ഒരു വണ്ടിയാണ് ഇത്. നല്ല ഡിമാൻഡാണ്. പുതിയതിന് ഇപ്പൊ അത്ര വലിയൊരു മാർക്കറ്റ് ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും മോശമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ആർക്കും വേണേൽ കോൺടാക്ട് ചെയ്തോ. 7,20,000 രൂപ കൊടുക്കാം. അടിപൊളി. ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ 33,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പെട്രോൾ തന്നെയാ അല്ലേ? VXI സിംഗിൾ ഓണർഷിപ്പ് ആണ്, പെട്രോൾ ആണ്, VXI ആണ്, മിഡിൽ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ അപാകതൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എന്താ വില? ഇത് നമുക്ക് ഫൈനലായിട്ട് 5,20,000 രൂപ കൊടുക്കാം. 5,20 19 വണ്ടി കൊടുക്കാം. 19 അടിപൊളി. 33,000 കിലോമീറ്റർ. 5,20 ഇപ്പൊ കിട്ടൂലേ ഈ സാധനം? കിട്ടുന്നുണ്ട്. ഒരിടയ്ക്ക് എന്തായിരുന്നു വില അല്ലേ? ഇപ്പൊ കുറെ വില പിന്നെയും കുറഞ്ഞു. മോശമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എടുത്ത് ഉപയോഗിച്ച് നല്ല ക്ലീൻ വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഈ ക്രെറ്റ ആണെങ്കിലോ? ക്രെറ്റ 21 മോഡൽ 22 രജിസ്റ്റർ 68,000 കിലോമീറ്റർ വണ്ടി. 21 മോഡലാ? 21 മോഡൽ 22 രജിസ്ട്രേഷൻ അല്ലേ? 68,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഡീസൽ വണ്ടി. ഡീസലോ? ഡീസൽ. അടിപൊളി. ഇത് വേരിയന്റോ? അത് EX വേരിയന്റ് ആണ്. അഡീഷണൽ അലോയ്സ് കാര്യങ്ങളും ടച്ച് സ്ക്രീൻ സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? ആ ഗ്രില്ലൊക്കെ മാറി ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് ഡീസൽ ആയതുകൊണ്ട് എന്ത് വില വരും? ഇത് നമുക്ക് 10,38,000 രൂപ കൊടുക്കാം. 10,38 ഡീസൽ വണ്ടിയോ? അടിപൊളി. 10,38 നിങ്ങൾക്ക് ഒരു ഡീസൽ വണ്ടി എടുക്കാം. EX ബേസ് ആണെന്ന് ഓർത്തിട്ട് ഒന്നും പേടിക്കേണ്ട ഒരു ചെയ്തിട്ടുണ്ട് അല്ലേ? വണ്ടി അടിപൊളി ലുക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, 10,25. 10,38. സോറി 10,38. ലോൺ എത്ര കയറും? ഫുൾ ലോൺ തന്നെ ചെയ്യാം. നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ? 10,38,000 ഡീസൽ വണ്ടി വേണം എടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2022 മോഡൽ SX ഓപ്ഷനിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് SX ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. 40,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. വെറും 40 ഓടിയിട്ടുള്ളൂ. ഈ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണല്ലോ അല്ലേ? 100%. കാരണം ഇതൊന്നും ഇങ്ങനെ കാണാറേ ഇല്ല എവിടെ. നിങ്ങൾ മാത്രം ഇവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ. ആർക്കെങ്കിലും വേണം നോക്കിയോ. ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അന്വേഷിച്ചാണെന്ന് ഒരിക്കലും ഈ സാധനം കിട്ടൂല അല്ലേ? ഇത്ര ലോ കിലോമീറ്റർ ഒന്നും മോശമൊന്നുമില്ല. ഇത് നമുക്ക് എന്താ വില? 16 രൂപ ഫൈനൽ കൊടുക്കാം. 16 ലക്ഷം രൂപ. ഡീസൽ ഓട്ടോമാറ്റിക് 22 മോഡൽ. 16 ലക്ഷം നെഗോഷ്യബിൾ ആവില്ലല്ലേ? ചെറിയൊരു എന്തായാലും ചെയ്യും. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണേ. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് വരുന്ന 2023 മോഡൽ 13,000 കിലോമീറ്റർ S ഓപ്ഷൻ വെന്യൂ. S ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷനിൽ ഓപ്ഷൻ വരുന്നത് അല്ലേ? 23 കിലോമീറ്ററോ? 13,000 കിലോമീറ്റർ. ഡീസൽ പെട്രോൾ അല്ലേ? S ഓപ്ഷൻ മിഡിൽ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. S ആണ്. എന്തായാലും മോശമൊന്നുമില്ല. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഫംഗ്ഷൻസ് ഉണ്ട്. അലോയിൽ ചെയ്തിട്ടില്ല കുറവുണ്ടെന്നുള്ളൂ. ഓക്കെ, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 7,50,000 രൂപ കൊടുക്കാം. 7.5 ലക്ഷം രൂപയ്ക്ക്. 7.5 ലക്ഷം രൂപ 23 കൊണ്ട് കൊടുക്കും. 13,000 കിലോമീറ്റർ. എന്താ ചെയ്യാന്ന് പറയാം. വണ്ടിക്കൊന്നും ഒരു വിലയില്ലല്ലോ നിങ്ങൾക്ക്. അടിപൊളി ക്വാളിറ്റി കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അത് നോക്കിക്കോ നിങ്ങൾ. 7,50,000 രൂപ വെന്യൂ എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? 2022 മോഡൽ ZX പ്ലസ് എർട്ടിഗ
സെക്കൻഡ് ഓൺഷിപ്പ് 50,000 കിലോമീറ്റർ വേണ്ടി 20 ZXi പ്ലസ് 22 വണ്ടി 22 ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും കൊങ്കയ്ക്ക് പിടിച്ച് വാങ്ങണം അത് ഈ പുത്തൻ വണ്ടിയൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് വെറുതെ ആരെങ്കിലും കൊടുക്കുവോ? ഇത്ര നല്ല വണ്ടി ചെറിയ മീൻസ് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കല്ലോ. അല്ല തന്റേതല്ലാത്ത കാരണത്താൽ കൊടുക്കുന്ന വണ്ടികളായിരിക്കും. 22 VXi അല്ലെ ZXi പ്ലസ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. എല്ലാരും തപ്പി എടുക്കുന്ന സാധനം അല്ലേ. പിന്നെ ഇതിലൊരു ഡോർ റീപ്ലേസ് ഉണ്ട്, വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ കറക്റ്റ് കമ്പനി സർവീസ് വണ്ടി വരുന്നത്. മേജർ ഇടി ആണോ? ഇല്ല, മൈനർ ഗ്ലാസോ കാര്യങ്ങളോ മാറിയില്ല. അപ്പൊ തന്റേതല്ലാത്ത കാരണത്താൽ അതും മാറി. കൊള്ളാം. ഇതിപ്പോ എന്താ വില? ഇത് നമുക്ക് ഫൈനലായിട്ട് 9,35,000 കൊടുക്കാം. 9,35 22 ZXi പ്ലസ് വണ്ടി. ഇത് പുതിയ എന്ത് വിലയുണ്ട്? അപ്പൊ 14 സംതിങ് വിലയുണ്ട് അല്ലേ? പിന്നെ ആ സാധനമാണ് നിങ്ങൾ വിലക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരുപാടധികം ആൾക്കാർ അന്വേഷിച്ച് വെക്കുന്ന സാധനമാണ്. അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? മോശമൊന്നുമില്ല, നല്ല ക്ലീൻ വണ്ടിയാണ്. ആർക്കെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ അടുത്തത് ബൊലേറോ ആണ് അല്ലേ? ബൊലേറോ 2023 18,000 കിലോമീറ്റർ ഡീസൽ ZLX. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാവും, ഞാൻ ഒന്നും പറയുന്നില്ല. ഡീസൽ ZLX വണ്ടി. ZLX എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ അല്ലല്ലോ? SLX-ന്റെ മേലെ വരുന്നത് അല്ലേ? SLX-ന്റെ മുകളിൽ ZLX. ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. എയർ ബാഗും കാര്യങ്ങളൊക്കെ വരില്ല. എല്ലാ എയർ ബാഗും കാര്യങ്ങളെല്ലാം വരുന്നത്. 23 വെറും 18,000 കിലോമീറ്റർ ഡീസൽ വണ്ടി. അടിപൊളി. ഇതൊരു വെറുതെ റെസ്റ്റിന് വേണ്ടി എടുത്തിട്ട് കൊടുക്കുന്ന കേട്ടോ. ഇവർക്ക് വണ്ടിയില്ല എന്ന് പറയുമ്പോൾ ആരൊക്കെ പുതിയ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുന്നതാണ്. എന്തായാലും 23 ആണ് പറഞ്ഞത്. കിലോമീറ്റർ 18,000 കിലോമീറ്റർ. അടിപൊളി. ഡീസലാണ്. എന്താ വില? നമുക്ക് 8,85,000 രൂപ കൊടുക്കാം. 8,85,000 കൊടുക്കാം. പുതിയ ഈ പറഞ്ഞ 10-13 ലക്ഷം രൂപ വിലയില്ലേ? 11 സംതിങ് ഉണ്ട് അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. എല്ലാ വണ്ടിയും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കിട്ടും, നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കേട്ടോ. അടുത്തായിട്ട് ഇവിടെ ഒരു 4 ടാറ്റയുടെ വണ്ടികളുണ്ട്. ആദ്യത്തെ അൾട്രോസ് ഏതാ മോഡല്? 2021 മോഡല് സെക്കൻഡ് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് 60,000 കിലോമീറ്റർ വേണ്ടി. ഡീസലോ പെട്രോൾ അല്ലേ? പെട്രോൾ. അവാതൊന്നും ഇല്ലല്ലോ. ഇല്ല, ഡോർ റീപ്ലേസ് ഉണ്ട്. ഒരു ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. സ്കിന്ന് മാത്രമായിരിക്കും. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് ഫൈനലായിട്ട് 5,10 കൊടുക്കാം. 5,10? 5,10 മോഡൽ ഏതായിരുന്നു? 2021 XZ ഫുൾ 21 XZ 5,10. 5,10. ശരിക്കും നിങ്ങൾ ശരിയാവില്ല കേട്ടത്. പലരും പറയും അന്യായ വിലക്കുറവാണ്. അല്ല, നിങ്ങൾ നോക്കി നമ്പർ നോക്കി എടുത്തിട്ട് വന്നാൽ മതി. വില കൂടുതലാ തോന്നുന്നതായിരിക്കും ഇങ്ങോട്ട് വരിക. ചെറിയൊരു മാറ്റം. ഒരു അപാകത ഇല്ലാത്ത വണ്ടികളാണെന്നുള്ളത് ഗ്യാരണ്ടി ആണ്. ഒറ്റ അപാകത ഫ്ലഡ് എഫക്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 100% ഗ്യാരണ്ടി. ഇതുപോലത്തെ ക്വാളിറ്റി ഉള്ള വണ്ടി എനിക്ക് തോന്നുന്നു ഈ വിലക്ക് വേറെ എവിടെയും കിട്ടൂല അല്ലേ? ഒരു എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മോശമൊന്നുമില്ല. പുതുപുത്തൻ വണ്ടി 21 കേട്ടോ. അടുത്ത ഇതാണെങ്കിലോ? ഇത് 2023 28,000 കിലോമീറ്റർ EV ആണ് അല്ലേ? ടാറ്റയുടെ EV. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കറക്റ്റ് ഷോറൂം സർവീസിലെ വണ്ടി. 23 18,000 കിലോമീറ്റർ 28,000 കിലോമീറ്റർ EV ആണ് കേട്ടോ. EV ആകുമ്പോൾ ഇതിന് ബാറ്ററി 225 കിലോമീറ്റർ കിട്ടും. 1 ടൈം ചാർജിങ് 225 കിലോമീറ്റർ കിട്ടും ഓടിക്കാം അല്ലേ? കമ്പനി 9,40,000 രൂപ വരുന്ന വണ്ടി. ഇപ്പൊ നമ്മുടെ വിലയോ? 6,10,000 രൂപ. 6,10 6,10 കൊടുക്കാം. എന്താ അല്ലേ? EV ഒന്നും ഒരു വിലയില്ലാണ്ടായിട്ടോ. 6,10,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു EV എടുത്തോണ്ട് പോകാം. 8,50,000 IDV ഉണ്ട്. ഫുള്ള് ലോണോട് കൊണ്ടുപോകാം. ഫുള്ളല്ല, കുറച്ച് പൈസ അങ്ങോട്ടും കൊടുക്കാം. എന്തായാലും മാർക്കിൽ വേണം നോക്കിയോ. EV ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. പിന്നെ വലിയൊരു പെർഫോമൻസ് ഒന്നും നോക്കരുത്. ഫ്യൂൽ ചാർജ് ടൗണുകളിലേക്ക് അടിപൊളി അല്ലേ? ഇപ്പൊ എറണാകുളം പോലത്തെ ടൗണിലേക്ക് പറ്റിയ സാധനമാണ്. അത് ചില്ലറ പൈസക്ക് തരുന്നത്. നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. ഇതാണെങ്കിലോ? ഇത് വരുന്നത് 2024 കൊണ്ട് 25,08,000 കിലോമീറ്റർ ടിയാഗോ. പക്ഷെ എന്താ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭംഗിക്ക് എടുത്ത് അങ്ങ് കൊടുക്കുക തന്നെ. 8,000 കിലോമീറ്റർ വെറും 8,000 അല്ലേ? 8,000 കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ എല്ലാം 100% ടാമ്പറിംഗ് നഷ്ടപരിഹാരം അങ്ങോട്ട് വരും. ഇവിടെ ഒന്ന് ഇടിയും തരാം. 100% കൊള്ളാൻ തയ്യാറാവും. അതെ. 24 മോഡൽ 25 രജിസ്ട്രേഷൻ. 24-25 വേണ്ടി എന്താ വില? ഇത് നമുക്ക് 5,40,000 കൊടുക്കാം. 5,40. 5,40. ഇത്രയും പുത്തൻ വണ്ടിയോ? ഇത്രയും പുത്തൻ വണ്ടി. ഒരു 8,000 കിലോമീറ്റർ ഓടി. 8,000 കിലോമീറ്റർ ഓടി. ഞാൻ എന്താ പറയുക, ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 5,40,000. കാശുണ്ടായിരുന്നു. ഇതിനകത്ത് കുറെ എണ്ണം എടുത്തോണ്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിലോ? ഇത് 2023 മോഡല് ഓട്ടോമാറ്റിക് ടിയാഗോ. 24,000 കിലോമീറ്റർ XTA എന്ന് പറഞ്ഞ വേരിയന്റ്. അതായത് ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. കിലോമീറ്ററോ? 23,000 ഓടി. അപ്പൊ അതൊന്നും ഇല്ലല്ലോ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. ചെറിയ വിലയോ? വില നമുക്ക് 5,70,000 കൊടുക്കും. 5,75. മോശമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കണം. ഓട്ടോമാറ്റിക് ആണ്. 23 വണ്ടി 23 വെറും 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? 5,70,000 രൂപയ്ക്ക് അടിപൊളി വണ്ടി. ഓട്ടോമാറ്റിക് കൊണ്ടുവരും. മിസ് ചെയ്യേണ്ട നോക്കിക്കോ. അടുത്തത് ക്രെറ്റ ആണല്ലോ. ക്രെറ്റ ഇത് 2018 വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് 60,000 കിലോമീറ്റർ വണ്ടി. ഫൈനൽ ഗ്രാൻഡ് ഫൈനൽ 7,90 കൊടുക്കുക വണ്ടി. അതായത് 18 സിംഗിൾ ഓണർ 65,000 ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി. അതായത് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അതും SX ഓപ്ഷൻ അല്ലേ? SX ഓപ്ഷൻ. അടിപൊളി. വില എത്ര പറഞ്ഞത്? 7,90. 7,90.
ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ അന്വേഷിച്ചിട്ട് മാത്രം വന്നാൽ മതി 790 അതും ഫുൾ ലോണും കിട്ടും അല്ലേ? ഫുൾ ലോൺ 100%. അടുത്തത് ബ്രസ ആണെങ്കിലോ? ബ്രസ ഇത് 2023 ZXA വണ്ടി, 40,000 കിലോമീറ്റർ ഓട്ടം, ഫ്രണ്ട് 2 ടയർ ആവറേജ് ഉണ്ട്. ടയർ മാറ്റിയിട്ട് ഫൈനലായിട്ട് 9,45,000 കൊടുക്കും. 9,45 ZXA വണ്ടി. ZXA അതാ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ അല്ല, ഏറ്റവും ഫുള്ളിന്റെ തൊട്ട് താഴെ വണ്ടി. സൺറൂഫ് അടക്കം വരുന്നുണ്ട് കേട്ടോ. മോശമൊന്നുമില്ല. ബ്രസൊക്കെ തപ്പി നടക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്, നോക്കിക്കോളൂ കേട്ടോ. ഉണ്ടല്ലോ ഇത് 2023 18,000 കിലോമീറ്റർ VXA വണ്ടി. 18,000 VXA അല്ലേ? VXA ബ്രസ. അടിപൊളി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത് ഫൈനൽ ഗ്രാൻഡ് ഫൈനൽ 8,90,000 കൊടുക്കാം. 8,90,000 രൂപ. 90,000. ഇത്രയും ക്വാളിറ്റി വണ്ടി. വണ്ടി ഒരപാകതയില്ല. എന്താ പറയാ അല്ലേ? ഇതാണെങ്കിലോ വൈറ്റ് ആണെങ്കിൽ 2024 ZXA ഓട്ടോമാറ്റിക് വണ്ടി. ZXA ഓട്ടോമാറ്റിക് സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ക്ലീൻ പീസ് വണ്ടി. ഇത് റേറ്റ് വരുന്നത് 11,45,000. 11,45. അത് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. അടിപൊളി സാധനം. 11,45 അല്ലാണ്ട് പുതിയ ഒരു 18 വരുന്നുണ്ടോ? പുതിയ ഇപ്പം 14 സംതിങ് വരുന്നുണ്ട്. 14 അല്ലേ? അടിപൊളി. അടുത്താണ് മെയിൻ സാധനങ്ങൾ. 3 സാധനം ഇന്നോവയാണ്, ക്രിസ്റ്റ ആണ്. ഒരുപാട് അധികം ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടി കേട്ടോ. ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. പാർക്കിംഗ് സെയിലാണ്. 2017 മോഡൽ Z ഓട്ടോമാറ്റിക് വണ്ടി. 17 Z ഓട്ടോമാറ്റിക്. പേപ്പർ ആക്കിയോ? ഇല്ല അല്ലേ? KL79 പേപ്പർ ആയിട്ടുണ്ട്. അവാദുണ്ടോ എന്തെങ്കിലും? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. Z ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓൺഷിപ്പിലെ വണ്ടി വരുന്നത്. 230 ഓടിനി. ഇതിന് റേറ്റ് വരുന്നത് 14,70 കൊടുക്കാം. 14,70 പേപ്പർ ആക്കിയിട്ടില്ലേ? പേപ്പർ ആക്കി ഓട്ടോമാറ്റിക് ആണ്. അതെ. അതായത് സെഡ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ 17 ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലേ? 2.8 സെഡ് ഓട്ടോമാറ്റിക് വരിക. അതാണ് നിങ്ങൾക്ക് 14,70 കൊടുക്കും. നെഗോഷ്യബിൾ അല്ലേ? ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? സെയിം സാധനം ഓർമ്മ. ഇതാണെങ്കിലോ? ഇതിന് വരുന്നത് 2021 G4 ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് 1 lakhിന് അടുത്ത് ഫിറ്റിംഗ്സ് കയറിയ 60,000 കിലോമീറ്റർ വേണ്ടി. വെറും 60,000 കിലോമീറ്ററോട് 21 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. റയർ പീസ് അല്ലേ? G4 ഓട്ടോമാറ്റിക് വണ്ടി. ഇത് നമുക്ക് ഫൈനലി 23,45,000 കൊടുക്കാം. 23,45,000. ആ ഫ്രണ്ടിലൊരു സ്കേർട്ടിങ്ങും കാര്യങ്ങളും സ്കേർട്ടിംഗ്, ഫ്രണ്ട് ക്യാമറ, റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? മോശമൊന്നുമില്ല. 23,45,000 രൂപയ്ക്ക് നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? ചെറിയ മാറ്റം ചെയ്യും. ഒരു വണ്ടി കൂടി കാണിച്ചു തരാം. ഈ എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടിയാണ്. ഇതും ക്രിസ്റ്റ തന്നെയാണ്. ഇതേതാ മോഡല്? ഇത് ക്രിസ്റ്റ 2022 മോഡല് G4 ഓട്ടോമാറ്റിക് 85,000 കിലോമീറ്റർ വേണ്ടി. വെറും 85 സിംഗിൾ ഓൺഷിപ്പ്. 24 പറഞ്ഞേ? 22 മോഡൽ അല്ലേ? 22 G4 ഓട്ടോമാറ്റിക് ആണ്. അതും അലോവിൽ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് മാറി വരുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല നീറ്റ് വണ്ടി, പുതിയ വണ്ടിയാണ് അല്ലേ? വില അല്ല, കിലോമീറ്റർ 80 അല്ലേ പറഞ്ഞേ? 80,000 കിലോമീറ്റർ. വില നമുക്ക് 23,65,000 കൊടുക്കാം. 23,65. അടിപൊളി കേട്ടോ. അത് നല്ല ക്ലീൻ പീസ് വണ്ടികളാണ് ഇതിലെ 3 ആർക്കെങ്കിലും വേണം നോക്കിക്കോ. പക്ക കണ്ടീഷൻ ഇസ്രയേലിൽ എടുത്തരാൻ വേണ്ടി പറ്റും. ഒരപാധിയില്ല അല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും ഈ കാണിച്ച ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണേലും കോൺടാക്ട് ചെയ്താൽ നമ്പർ വെച്ചിട്ടുണ്ട്. കണ്ണൂരാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ തന്നെ നമ്മുടെ A1 ന്യൂസ് കാർസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓൾറെഡി ഇൻട്രോയിലും പറഞ്ഞു, വീഡിയോയുടെ ഇടയിലും പറഞ്ഞു, ഒരുവിധം എല്ലാ വണ്ടികളും പുതിയ വണ്ടികളാണ്. കണ്ണും കൂടി എടുത്തുകൊണ്ട് പോകാം. പക്ഷേ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെക്ക് ചെയ്യാം അല്ലേ? അവരുടെ ഒരു ധൈര്യത്തിൽ എല്ലാവരും എക്സ്റ്റേണൽ പാർട്ട് തേർഡ് പാർട്ടി കൊണ്ട് ചെക്ക് ചെയ്ത് ഒരുവിധം ഷോറൂമുകളൊക്കെ ചുറ്റുവട്ടത്തിലുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റോട് കൂടിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇപ്രാവശ്യം A1 വണ്ടി എടുത്തുകൊണ്ട് പോകാം. മാക്സിമം വിലയും കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികളല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇവരുടെ എപ്പിസോഡ് അടുത്ത് വരുന്നുണ്ട്. കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ അപ്പുറത്തെ ഷോറൂമിൽ അല്ലേ? അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ കാണാം. ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും